Hello guys, welcome to my YouTube channel. So ഇന്നൊരു ഡാൻസ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഏത് പാട്ടാന്ന് വെച്ചാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ജാലക്കാരി ജാലക്കാരി ആ സോങ്ങിലത്തെ ഒരു ഡാൻസ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നത് മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ ജാലക്കാരി കളിക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് അപ്പോൾ ഇത് റൈറ്റ്, എൻ്റെ റൈറ്റ്, ഇത് ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഇതാണ് എൻ്റെ റൈറ്റ്, ഇതാണ് എൻ്റെ ലെഫ്റ്റ് ലെഗ്. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത്. ലെഗിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യണം. സോ 1 2 അങ്ങനെ. ഓക്കെ, 1 2 ഇതാണ് ഫസ്റ്റത്തെ ലെഗിൻ്റെ സ്റ്റെപ്പ്. ഇനി ഹാൻഡ്സ് അതെങ്ങനെ വരുന്നത് വെച്ചാൽ 1 2, അതായത് 1 ക്രോസ് ചെയ്യുക, 1 2, അതായത് മായല്ലേ. അപ്പോൾ 1 2, അപ്പോൾ 1 2 അങ്ങനെയാണ് ഹാൻഡ്സും ലെഗ്സും ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. 1 2, അപ്പോൾ 3 2 1 go, 1 2 1 2. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, മനസ്സിലായില്ല? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ പറഞ്ഞാൽ 1 2, 1 അതായത് റൈറ്റിലേക്ക് മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ആയിരിക്കണം. 1 2 1 2. ഓക്കെ, 1 2 അങ്ങനെയാണ്. സോ ഇതാണ് ലെഗ്സിൻ്റെ സെക്ഷൻ. പിന്നെ ഹാൻഡ്സ് വരുന്നത് ഇങ്ങനെ ചെയ്യില്ലേ, ഇങ്ങനെ ചെയ്യണ പോലെ 1 2 അങ്ങനെയാണ് ഹാൻഡ്സ് വരുന്നത്. 1 2 അങ്ങനെയാണ് ഹാൻഡ്സ് വരുന്നത്. സോ അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ 1 2 3 4. ഓക്കെ, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മായ. സോ അതായത് ജാലക്കാരി മായ ജാലക്കാരി അങ്ങനെയുണ്ട്. അപ്പോൾ അതിനായിട്ട് റൈറ്റും ലെഫ്റ്റും നമുക്ക് വേണ്ടത്. റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും നമുക്ക് വേണം. റൈറ്റ് ഹാൻഡ് നമ്മൾ ഇവിടെ വയ്ക്കാം, ഈ പാട്ടിൽ വയ്ക്കുമ്പോൾ ലെഫ്റ്റ് ലെഗ് ഇവിടെ, ലെഫ്റ്റ് ഹാൻഡ് ഇവിടെ ഇരിക്കണം. സോ 1 2. അപ്പോൾ 1, സോ റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. അപ്പോൾ 1 2 1 2. കുറച്ച് സ്പീഡായിട്ട് ചെയ്യണം. അങ്ങനെയാണ്. അപ്പോൾ മായ മായ. അപ്പോൾ മായ എന്ന് പറഞ്ഞാൽ ആ മായ. അപ്പോൾ അതിന് രണ്ടും ഇത് തന്നെ വേണം. 1 2. അപ്പോൾ 1 2. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ 1 നമ്മൾ ഇങ്ങനെ ചെയ്യണം. ഈ ഇതിങ്ങനെ അതിപ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡാണ് ഇങ്ങോട്ട് വരേണ്ടത്, റൈറ്റ് ഹാൻഡ് ഇവിടെ വരണം. അപ്പോൾ 1 2 1 2 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഇങ്ങനെ 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 പതുക്കെ ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യണം നമ്മൾ. അപ്പോൾ 1 2 3 4 അങ്ങനെയാണ്. ഓക്കെ, ജാലക്കാരി മായ ജാലക്കാരി. പതുക്കെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് ലെഫ്റ്റിലോട്ട് ചെയ്യണം, ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്യണം. അപ്പോൾ സോ 3 നമുക്ക് ആദ്യമായിട്ട് ഒന്നുകൂടി ചെയ്യാം. 3 2 1 go, ജാലക്കാരി മായ ജാലക്കാരി. അപ്പം ഇത്രത്തോളം മനസ്സിലായാലും ഇനിയുള്ളത് ഉള്ളം കൊത്തി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഉള്ളം കൊത്തി പറയുമ്പോൾ ക്രിസ് ക്രോസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് 1 2. അപ്പോൾ ഈ രണ്ടെണ്ണം ക്രിസ് ക്രോസ് അറിയാം. 1 2 1 2 ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ 1 2 1. ഓക്കെ, നമുക്ക് ചെയ്യാം. 3 2 1 go, 1 2 3 4 അങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇതാണ് ലെഗ്സ്. ഹാൻഡ്സ് എന്താണെന്ന് വെച്ചാൽ ജാലക്കാരി മായ ജാല. അപ്പോൾ ഉള്ളം, അപ്പോൾ ഉള്ളം കൊത്തി. അപ്പോൾ
ഇതാണ് എൻ്റെ ലെഗ്സ്. ഹാൻഡ്സ് ഉള്ളം കൊത്തി. അപ്പോൾ ഹാൻഡ്സ് ഉണ്ട് ഉള്ളം കൊത്തി. ഓക്കെ, ഉള്ളം കൊത്തി, അങ്ങനെയാണ് ഹാൻഡ്സ് ഉണ്ട്. സോ ഉള്ളം. സോ ഉള്ളം കൊത്തി. കൊത്തി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെയാണ് ചെയ്യണം. ഇങ്ങനെ ചെയ്യണ പോലെ കൊത്തി. 1 2. അപ്പോൾ ഉള്ളം കൊത്തി മായ ജാല ജാല, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിന് ചെയ്യണമെന്ന് വെച്ചാൽ ഉള്ളം കൊത്തി എന്ന് വെച്ചാൽ റൈറ്റിലേക്ക് ഇങ്ങോട്ട് ചെയ്യണം. 1 2 1 2 അങ്ങനെ തന്നെ. എൻ്റെ ഹാൻഡ്സാണ് ഉള്ളം കൊത്തി വേണം. സോ 3 2 1 2 3 1 2 3 അങ്ങനെയാണ്. 3 2 1 1 2 3. ഓക്കെ, പിന്നെ കൊത്തി വരുമ്പോൾ 1 2 ചെയ്യാം. 3 2 1 go 1 2 1 2. സ്പീഡ് പാടാണ് കുറച്ച്. അതാണ് ഉള്ളംകുത്തി എന്ന് പറയുമ്പോൾ ഹാൻഡ്സിനെ ആയിരിക്കും. സോ 3 2, അതായത് 1 2 രണ്ട് തന്നെ. ഓക്കെ, 3 2 1 go ഉള്ളം കൊത്തി മായ. ഇത്രയും പഠിച്ചില്ലേ, മനസ്സിലായില്ലേ ഇത്രയ്ക്കും? അപ്പോൾ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ബിഗിനിങ് തൊട്ട് ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, 3 2 1 go ജാലകാരി മായ ജാലകാരി ഉള്ളം കൊത്തി. ഇപ്പം ഇത്ര നാൾ പഠിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഉള്ളം നമ്മൾ 1 2. എൻ്റെ നെക്സ്റ്റ് കണ്ടോ 1 2. അതായത് ഇങ്ങനെ ഒരു ഫാനാക്കിയിട്ട് ഇങ്ങനെ ഉരച്ചുരച്ച് നീരാക്കാം. ഇതാണ് ലെഗ്സ് വരുന്നത്. അതും ലെഫ്റ്റിലേക്ക് തന്നെയാണ്. ഹാൻഡ്സ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. സോ 1 2 അങ്ങനെയാണ് ഹാൻഡ്സ് വരുന്നത്. അപ്പോൾ 1 2. അപ്പോൾ 1 2. ഓക്കെ, അപ്പോൾ ഉള്ളം കൊത്തി മായ അങ്ങനെയാണ് ഫസ്റ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് ഇവിടെയും ഇവിടെ. അപ്പോൾ 1 2 എന്നിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ 1 2 1 2 അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പിന്നെന്ന് പറയുന്നത് അപ്പോൾ ചെയ്യണം. സോ ബിഗിനിങ് തൊട്ട് നമുക്ക് ഒന്നുകൂടി ചെയ്താൽ. ഓക്കെ, 3 2 1 go ജാലകാരി മായ ജാലകാരി ഉള്ളം കൊത്തി അങ്ങനെ. പിന്നെ 1 2 അങ്ങനെ വേണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അത് ടഫല്ല. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിന് ലെഗ്സ് തന്നെയാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമുക്ക് റൈറ്റ് ലെഗാണ് മനസ്സിലായത്. സോ 1 2 കളിക്കാറില്ല. സോ 1 2. സോ 1 2 ഞാൻ കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാൻഡ്സ് എന്താണെന്ന് വെച്ചാൽ പൊടി തട്ടികളല്ലേ, അതുപോലെയാണ് ഹാൻഡ്സ് ആണ്. സോ ഇങ്ങനെ ഇങ്ങനെ. സോ 1 2. അത് കുറച്ച് സ്പീഡപ്പ് ആവണമെന്നുള്ളൂ. സോ 1 2 അതാണ് ഹാൻഡ്സ്. 1 2. പിന്നുള്ളത് സോ 1 2 3. നമ്മൾ ചാടില്ലേ. ഇപ്പോൾ 1 2 3 എന്ന് പറയുമ്പോൾ നമ്മൾ താഴത്തേക്ക് നോക്കണം. മാത്രമല്ല നമ്മുടെ ഹാൻഡ്സ് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരണം. ഓക്കെ, ക്രോസ് ആയിട്ട് വരണം. അപ്പോൾ 1 2 3. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ ഹാൻഡ്സ് എന്ന് വെച്ചാൽ 1 2. ഓക്കെ, സോ നമ്മൾ നമ്മൾ റൈറ്റിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിഫ്റ്റ് ചെയ്യണം. സോ 1 2. അതായത് ക്രോസ് ഇങ്ങനെ വരില്ലേ, ക്രോസ് ആയിട്ട് വരണം. സോ 1 2. ഓക്കെ, അപ്പോൾ നമുക്ക് ബിഗിനിങ് തൊട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. എപ്പോഴും നമ്മൾ എന്ത് ഡാൻസ് പഠിക്കുമ്പോഴും
ഒന്ന് ബ്രെയിൻ ടെസ്റ്റിനായിട്ട് നമ്മൾ ബിഗിനിങ് തൊട്ട് ട്രൈ ചെയ്യാം. നമുക്കത് ബിഗിനിങ് തൊട്ട് ട്രൈ ചെയ്ത് നോക്കാം. 3, 2, 1 go. ചാലക്കാരി മായാചാലക്കാരി ഉള്ളം കുത്തി മായാ 1, 2, 3, 4. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് ലെഗ്സ് സെയിം തന്നെയാണ്. ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ താഴ്ച വയ്ക്കുക. പിന്നെ മുകളിലേക്ക് വെക്കുമ്പോൾ പിന്നെ പറഞ്ഞു 1, 2, അതായത് നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. സോ 1, 2, അതായത് 1, 2, 1, സോ 1, 2, 1, 2 പൊടി തട്ടി കളയാം. സോ 1, 2, 1, 2 അങ്ങനെ കൊണ്ടുവരണം. ഓക്കെ. സോ ഇത് രണ്ടും സെയിം സ്റ്റെപ്പിൽ പറയാം. അതായത് 1, 2, 3, 4, 1, 2, 3, 4. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് മുതൽ ലിറ്റിൽ ബിറ്റ് ഉള്ളു പഠിക്കാൻ നമുക്ക് പഠിച്ചത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് നമ്മൾ 1, 2 അത് നമ്മൾ ഒരു ലെഗ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നടക്കാം. ഇങ്ങനെ ഒപ്പിപ്പില്ല നടക്കാം. അതുപോലെ നമ്മളിങ്ങനെ ഒപ്പണം. അപ്പോൾ അതാണ് ലെഗ്സ് വരുന്നത്. അതിൻ്റെ ഹാൻഡ്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ വരണം ഹാൻഡ്സ്. സോ 1, 2. അപ്പോൾ 1, 2 അങ്ങനെയാണ് ലെഗ്സും ഹാൻഡ്സും കൂടി ടുഗദർ ആയിട്ട് വരണം. സോ 1, 2. ഓക്കെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ 1, 2 അത് കഴിഞ്ഞിട്ട് ലെഗ്സ് ആണ്. 1, 2, 3, 4. അതായത് 1, 2. സോ 1, 2. അപ്പോൾ 1, 2. റൈറ്റ് ലെഗ് നിലത്ത് കുത്തുമ്പോൾ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റായി പിടിക്കണം. ലെഫ്റ്റ് ലെഗ് നിലത്ത് കുത്തുമ്പോൾ റൈറ്റ് ലെഗ് ലിഫ്റ്റായി പിടിക്കണം. സോ 1, 2. അപ്പോൾ 1, 2. പിന്നെ ലെഫ്റ്റ് പിന്നെ റൈറ്റ് ഹാൻഡാണ് ലിഫ്റ്റ് ആണ്. അപ്പോൾ റൈറ്റ് ലെഗ് എടുത്തിട്ട് ബാക്കിലേക്ക് വെക്കുക, ഒന്ന് ഹൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വയ്ക്കുക. സോ 1, 2, 3, 4. അതാണ് ലെഗ്സ് തന്നെ. അതിൻ്റെ ഹാൻഡ്സ് തന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഹാൻഡ്സ് തന്നെ. 1, 2, 3, 4. 1, 2, 3, 4. ഓക്കെ. പിന്നെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എന്ന് വെച്ചാൽ ഒരു 1 സെക്കൻഡ് ഒരു സ്റ്റെപ്പുള്ളൂ. 1, അതായത് 1, 2, 3 ഒരു ഫാഷൻ കാണിക്കാം. സോ 1, 2, 3 അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ബിഗിനിങ് തൊട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. ഓക്കെ. 6, 7, 8 go. സോ ജാലക്കാരി മായാജാലക്കാരി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ന് തോന്നും. നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന മാത്രമല്ല ടേൺ ചെയ്യണം. ഓക്കെ. സോ 3, 2, 1 go. ജാലക്കാരി മായാജാലക്കാരി ഉള്ളം കുത്തി നമ്മൾ ഉള്ളം കുത്തി പിന്നെ കൂടെ തട്ടി വന്നിട്ട് 1, 2 again 1, 2 കഴിഞ്ഞ് 1, 2, 1, 2, 1, 2, 3. ഇത്രയേ ഉള്ളൂ ജാലക്കാരി ഫ്രണ്ട് സോങ്. അപ്പോൾ റീലൊക്കെ എടുക്കണമെങ്കിൽ വളരെ ഈസിയാണ് പഠിക്കാൻ. ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും വല്ല കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ബാക്കിലോട്ട് പോയിട്ട് ലെഗ്സും ഹാൻഡ്സൊക്കെ നോക്കി ഇതെന്താ നിങ്ങൾ ട്രൈ ചെയ്തിരിക്കണം. നിങ്ങളുടെ റീലൊക്കെ എടുക്കാതൊക്കെ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.